വിവിധ ആവശ്യങ്ങളുമായി വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി എസ് ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. ഞങ്ങളുടെ ജാഥയുടെ മാനേജറും GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ചുമത്തിയ 18% GST പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടക്കുന്നത്. വ്യാപാരി വ്യവസായ സമിതി മാത്രമല്ല ഈ പ്രക്ഷോഭത്തോടൊപ്പം അണിനിരക്കേണ്ടത്. ഈ നാട്ടിലെ മറ്റുതര ജനവിഭാഗങ്ങളും ഈ പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനത്തിനോടൊപ്പം അണിനിരക്കണം എന്നാണ് ജാഥ അംഗങ്ങൾക്ക് വേണ്ടി വ്യാപാരി വ്യവസായ സമിതിയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഈ ജാഥയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം വടകര മുനിസിപ്പാലിറ്റിക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു അവറുകൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം ചേരും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അത് വടകര മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി മാത്രമല്ല, പേരാമ്പ്രയിൽ ഞങ്ങളുടെ ജാഥ എത്തുമ്പോൾ ഈ ജാഥയെ അഭിവാദ്യം ചെയ്യാൻ, ജാഥയെ അനുധാവനം ചെയ്യാൻ ആ വടകരയിലെ ചുമട്ടുതൊഴിലാളികൾ ഞങ്ങളോടൊപ്പം അണിനിരന്നു. ഈ ജാഥയെ അനുധാവനം ചെയ്യുകയും ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നതിന് ആ മേഖലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ യൂണിഫോമും അണിഞ്ഞ് ഞങ്ങളുടെ ജാഥയോടൊപ്പം പങ്കുചേരുന്ന അനുഭവം ഉണ്ടായി. പ്രവാസികൾ അവർ വിശ്വസിക്കുന്ന, അവർ അംഗങ്ങളായിട്ടുള്ള പ്രവാസി സംഘടനകളുടെ കൊടികളുമേന്തി ഈ ജാഥയോടൊപ്പം ചേർന്നു. കൃഷിക്കാരായിട്ടുള്ള ആളുകൾ വയനാട് ഞങ്ങളുടെ ജാഥ എത്തുമ്പോൾ മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലുമെല്ലാം ആ കാർഷികോൽപ്പന്നങ്ങൾ എന്തിക്കൊണ്ടാണ് ഈ ജാഥയെ വരവേൽക്കാൻ തയ്യാറായി ഞങ്ങളുടെ മുമ്പാകെ വന്നത്. ഇതെല്ലാം ഈ സമൂഹത്തിന്റെ ഓരോ പരിച്ഛേദമാണ്. ഞങ്ങൾ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഈ ജാഥയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നം കേവലം വ്യാപാര പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ നാടിന്റെ പ്രശ്നങ്ങൾ. നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന ജാഥ സ്വീകരണ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ ES ബിജു, ഉപലീഡർ V ഗോപിനാഥ്, മാനേജർ S ദിനേശൻ, CK വിജയൻ, V അസീസ് എന്നിവർ സംസാരിച്ചു. വോയിസ് ഓഫ് വടകരയുടെ ഗാനസന്ധ്യയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശ്വാസം നാടകാവതരണവും നടന്നു.